ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാലോകരെ പഠിപ്പിച്ച ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിവാഹങ്ങളിൽ വെച്ച് ഏറ്റവും ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിവാഹം ഏറ്റവും ലളിതമായ വിവാഹമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. വിവാഹ രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഏതൊരു സമൂഹവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി സ്ത്രീധനം എന്ന ഒന്നാണ്. അതിലേറ്റവും കൂടുതൽ ബലിയാടായിത്തീരുന്നത് മുസ്ലിം സമൂഹത്തിലെ മെമ്പർമാരാണെന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുകയാണ്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സ്ത്രീധനം വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയോ പറയുകയോ ചെയ്യാത്തൊരു മതമാണ്. കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്നത് ഒരു പെണ്ണാണ്. ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു, ലേബർ റൂമിൽ ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരേ സമയം തകർന്നു പോകുന്ന വേദനകൾ അനുഭവിച്ചുകൊണ്ട് അവിടെ നമ്മുടെ മക്കൾ പ്രസവിക്കുന്നു. ഇത്രയും ത്യാഗങ്ങൾ അനുഭവിക്കുന്ന ഒരു പെണ്ണിനോട് വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നത്, ആണുങ്ങളെ നിങ്ങൾ സ്ത്രീകൾക്ക് മഹർ കൊടുക്കണം. പെണ്ണിന്റെ പിതാവിനോട്, പെണ്ണിന്റെ പിതാവേ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുന്ന ഭർത്താവിന് സ്ത്രീധനം കൊടുക്കണമെന്ന് എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചു. അങ്ങനെ കല്യാണ അന്വേഷണമൊക്കെ നടന്നപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല ഉമ്മു സുലൈം, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, കല്യാണം കഴിക്കട്ടെ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നിരാകരിച്ചു, വിസമ്മതിച്ചു. ഉടനെ തന്നെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുസ്ലിം അല്ലാത്ത അബൂ തൽഹത്തുൽ അൻസാരി ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഉമ്മു സുലൈം, ആര് തരാമെന്ന് പറഞ്ഞ മഹറിനേക്കാളും ഇരട്ടി ഇരട്ടി മഹർ ഞാൻ തരാം. അമുസ്ലിമായ അബൂ തൽഹത്തുൽ അൻസാരിക്ക് വരെ അറിയാം ഇസ്ലാമിൽ സ്ത്രീധനം ഇല്ല, ഇസ്ലാമിൽ മഹറേ ഉള്ളൂ. പക്ഷേ മുസ്ലിങ്ങളായ നമ്മളിൽ പലർക്കും അറിയില്ല ഇസ്ലാമിൽ സ്ത്രീധനം ഇല്ല, ഇസ്ലാമിൽ മഹറേ ഉള്ളൂ എന്ന്. ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സമ്മാനം, ഭർത്താവ് ഭാര്യക്ക് കൊടുക്കുന്ന സമ്മാനം, ഇത് മാത്രമേ ഇസ്ലാമിലുള്ളൂ. അല്ലാതെ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന പാരിതോഷം, ഭാര്യയുടെ പിതാവ് ഭർത്താവിന് കൊടുക്കുന്ന പാരിതോഷം, അങ്ങനെ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് ലോകത്ത് കേരളത്തിൽ ആയിരക്കണക്കിന് പെൺകുട്ടികളാണ് വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ കണ്ണീര് കുടിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ പരിച്ഛേദകമാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിലെ പെൺകുട്ടികളെ സ്ത്രീയെ ധനമായി കണ്ടുകൊണ്ട് കല്യാണം കഴിക്കാൻ ഈ നാടിന്റെ പരിച്ഛേദകമായ ഈ നാട്ടിലെ യുവാക്കൾ തയ്യാറാകണം. ഇനി വിവാഹത്തിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം ആത്മാർത്ഥമായി ഇവർ രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന നിക്കാഹിന് ശേഷം ആത്മാർത്ഥമായി ഇവർ രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു ഈ ഒരു കുടുംബത്തെ ഏറ്റവും റഹ്മത്തും മവദ്ദത്തും നിലനിൽക്കുന്ന ഒരു കുടുംബമാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു കർത്തവ്യം നിങ്ങളുടെ നിന്നെല്ലാം പെർമിഷൻ വാങ്ങിച്ചിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കലാണ്. പക്ഷെ അതിനു മുമ്പ് വ്യത്യസ്തമായിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. 32 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു സുഹൃത്തിനെ കിട്ടി. ആ സുഹൃത്ത് പിന്നെ എൻ്റെ വീട്ടിലെ ഒരു അംഗമായി മാറി, ഞങ്ങളുടെ എല്ലാം സുഹൃത്തായി മാറി, എൻ്റെ കുടുംബത്തിൻ്റെയും. സർവശക്തനായ അള്ളാഹു എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ 2 മക്കളെയും അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടാണ് അത് ഇണക്കി ചേർക്കാനായിട്ട് വിധിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് 2 നല്ല മരുമക്കളെ കിട്ടിയ സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നതോടൊപ്പം അത് ആര് മുഖേനയാണോ എന്നിലേക്ക് എത്തിച്ചത് ആ എൻ്റെ സുഹൃത്ത് ആ കരീംക, ഞാൻ അദ്ദേഹത്തിന് എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അർപ്പിച്ചുകൊണ്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ബഹുമാനപ്പെട്ട ആൾക്കാരോടും ഞാൻ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും
എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഭക്ഷണം അത് എല്ലാ പേരും കഴിച്ചിട്ട് പോകാവൂ എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നിക്കാഹിലേക്ക് കടക്കുകയാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وآله وصحبه وسلم. أما بعد فإن النكاح مرضي في الدين ومعين على الدين ومهين للشياطين. فقال مخبرا وآمرا وترغيبا في النكاح. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.